Namaskaram. Welcome to Geeta's Bhakti Geetam. One day, one slokam. Srimad Mahabhagavatam, 1004th day. Today, 12th sloka of Pradhamaskandam, 13th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1004 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതുകുലക്ഷയം. ഓം തത്സത്. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതുകുലക്ഷയം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഇതി മുക്ത. മുക്ത എന്ന് പറയുമ്പോൾ ചോദിച്ചത്, ഇപ്രകാരം ചോദിച്ചപ്പോൾ എന്ന്. ധർമ്മരാജേന ധർമ്മപുത്രനാൽ സർവം തത് സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യതുകുലക്ഷയം. അതായത് ധർമ്മരാജനാൽ ഇതി ഉക്ത, ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ, ചോദിക്കപ്പെട്ടപ്പോൾ, യദുകുലക്ഷയം വിനാ, യദുകുലനാശം ഒഴികെ, വിന എന്ന് പറഞ്ഞാൽ ഒഴികെ, സർവം തത്, ആ എല്ലാറ്റിനെയും, യഥാനുബോധം അനുഭവിച്ച പ്രകാരം, സമവർണയത് നന്നായി വർണ്ണിച്ചു. അതായത് ഇങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചപ്പോൾ വിതുരർ തനിക്ക് അറിഞ്ഞതും താൻ അനുഭവിച്ചതുമായ സകലവും ക്രമത്തിൽ പറഞ്ഞു. അതായത് ഈ തീർത്ഥയാത്ര തുടങ്ങിയിട്ട് വളരെയേറെ നാളായി. അപ്പോൾ ഈ തീർത്ഥയാത്രയിൽ താൻ അനുഭവിച്ചതും കണ്ടതും അറിഞ്ഞതും ആയിട്ടുള്ളതും എല്ലാ കാര്യവും ക്രമത്തിൽ ഒന്നൊഴിയാതെ പറഞ്ഞു. പക്ഷേ ഒന്നു മാത്രം പറഞ്ഞില്ല. അതായത് യദുകുലം നശിച്ച വിവരം മാത്രം പറഞ്ഞില്ല. യദുകുലം നശിച്ച വിവരം അദ്ദേഹം ഉദ്ധവരിൽ നിന്നുമാണ് അറിയുന്നത്. ഉദ്ധവരിൽ നിന്നും ശ്രീകൃഷ്ണൻ്റെ തിരോധാനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ, ശ്രീകൃഷ്ണൻ സ്വധാമം പ്രാപിച്ചതറിഞ്ഞ് വളരെയേറെ ദുഃഖിച്ച് കരഞ്ഞ് പിന്നീട് മൈത്രേയ മുനിയിൽ നിന്നും ഉപദേശമൊക്കെ വാങ്ങിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്രകാരം താൻ അറിഞ്ഞ എല്ലാ വിവരവും ധർമ്മപുത്രരോട് പറഞ്ഞു. പക്ഷേ യദുകുലം നശിച്ച വിവരം മാത്രം പറഞ്ഞില്ല. താൻ കേട്ടതും കണ്ടതും പറഞ്ഞതുമായിട്ടുള്ള സകല വിവരങ്ങളും, തൻ്റെ തീർത്ഥയാത്രയിൽ സംഭവിച്ച എല്ലാ കാര്യവും പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുഃഖിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആർക്കെങ്കിലും വിഷമമുണ്ടാക്കുന്ന കാര്യം കഴിവതും പറയാതിരിക്കുകയാണ് നല്ലത് എന്നുകൂടി വിതുരർ നമുക്ക് സൂചിപ്പിക്കുകയാണ്. എന്തെന്നാൽ ആ യദുകുലം നശിച്ച വിവരം അറിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഒരാളും സമാധാനമായിരിക്കും. എല്ലാവരും വളരെ വളരെ ദുഃഖിക്കും. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് മടങ്ങിയതും യദുകുലം മുഴുവനായിട്ടും നശിച്ചു പോയതും ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. യദുകുലം നശിച്ച് അവിടെ നിന്നും അർജുനൻ തിരിച്ചെത്തിയിട്ടില്ല. അതിനു മുൻപെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മപുത്രാദികൾ യദുകുലം നശിച്ച വിവരമൊന്നും അറിയാതെ ഇവിടെ രാജധാനിയിൽ ഹസ്തിനപുരത്തിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിതുരർ ആ കാര്യം അവരറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവരെ അറിയിച്ചതുമില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. തനിക്ക് അറിയാവും, താൻ മറ്റുള്ള എല്ലാ കാര്യവും, തൻ്റെ തീർത്ഥയാത്രയിൽ സംഭവിച്ച എല്ലാ കാര്യവും ക്രമത്തിൽ പറഞ്ഞു കൊടുത്തു, യദുകുലനാശം ഒഴികെ. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.